പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ മുൻപ് പ്രതിയായ യുവാവ് അതേ പെൺകുട്ടിയുടെ മൊഴി പ്രകാരമെടുത്ത പോക്സോ കേസിൽ റിമാൻഡിലായി. കവിയൂർ വിഴൽഭാഗം മുരുങ്ങന്നൂർ കുന്നിൽ വീട്ടിൽ 19-കാരൻ ആഷിഖ് സുധീഷ് ആണ് പന്തളം പോലീസിന്റെ പിടിയിലായത്. കേസിലെ ഇരയായ 16-കാരിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തതിന് 2024 ഇയാൾക്കെതിരെ പന്തളം പോലീസ് കേസെടുത്തിരുന്നു. 2025 ജനുവരി 20 മുതൽ പ്രതി പെൺകുട്ടിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ സന്ദേശങ്ങൾ അയക്കുകയും ഇയാളുടെ ഫോണിൽ നിന്ന് കുട്ടിയുടെ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ച് നിരന്തരം ഭീഷണി മുഴക്കുകയും ചെയ്തു. മാർച്ച് 6-ന് തന്റെ നഗ്നചിത്രം ഇൻസ്റ്റഗ്രാം വഴി കുട്ടിക്ക് അയച്ചു കൊടുത്തു. തുടർന്ന് കുട്ടിയോട് നഗ്ന ഫോട്ടോകൾ ഫോണിലൂടെ അയക്കാൻ ആവശ്യപ്പെട്ടു. പിറ്റേ ദിവസം ഫോണിൽ വിളിച്ച് ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ച് നിരന്തരം ഭീഷണിപ്പെടുത്തുകയും വിഷമിപ്പിക്കുകയും ചെയ്ത് മാനസിക സമ്മർദ്ദത്തിലാക്കി. മാർച്ച് 12-ന് ഇത് സംബന്ധിച്ച വിവരം സ്റ്റേഷനിൽ ലഭിച്ചതിനെ തുടർന്ന് വനിതാ പോലീസ് കുട്ടിയുടെ വീട്ടിലെത്തി വിശദമായ മൊഴിയെടുത്തു. ഇത് പ്രകാരം SI അനീഷ് അബ്രഹാം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. മാർച്ച് 16-ന് അടൂർ JFM കോടതിയിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. കേസെടുത്തത് മനസ്സിലാക്കി സംസ്ഥാനം വിട്ട പ്രതിയെ ഊർജിതമാക്കിയ അന്വേഷണത്തിൽ പോലീസ് സംഘം തമിഴ്നാട് കർണാടക അതിർത്തിയായ ഹൊസൂരിൽ നിന്നും ജില്ലാ പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ ബുധനാഴ്ച വൈകിട്ട് സാഹസികമായി വലയിലാക്കി. പോലീസ് ഇൻസ്പെക്ടർ TD പ്രജീഷിന്റെ നേതൃത്വത്തിൽ SI അനീഷ് അബ്രഹാം, CPOമാരായ S അൻവർ ഷാ, K അമീഷ്, K രഞ്ജിത്ത് എന്നിവരടങ്ങിയ സംഘമാണ് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ ഒളിയിടത്തിൽ നിന്ന് കുടുക്കിയത്. അടൂർ DYSP G സന്തോഷ് കുമാറിന്റെ മേൽനോട്ടത്തിലായിരുന്നു അന്വേഷണം. പ്രതിയുടെ മൊബൈൽ ഫോൺ വിദഗ്ധ പരിശോധനയ്ക്കായി പിടിച്ചെടുത്തു. സാക്ഷികളെ മൊബൈൽ ഫോണിലൂടെ കാണിച്ച് തിരിച്ചറിഞ്ഞ ശേഷം ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. കുറ്റം സമ്മതിച്ച പ്രതിയുടെ അറസ്റ്റ് വ്യാഴാഴ്ച രാവിലെ 10-ന് രേഖപ്പെടുത്തി. കോടതി ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പന്തളം.